സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും അവസാനത്തെ അധ്യായമായ 22-ാമത്തെ അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുകയാണ്. കേൾക്കൂ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. ഉൽപ്പത്തി മുതൽ നാം നോക്കുകയാണെങ്കിൽ ദൈവം മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് വരുക, മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ഇസ്രായേലേ നീ എൻ്റെ അടുക്കലേക്ക് തന്നെ മടങ്ങി വരിക, അവിശ്വാസികളായ മക്കളെ തിരികെ വരുവീൻ, ദ്രോഹം ചെയ്യുന്ന മക്കളെ തിരികെ വരിക, എത്ര പാപിയാണെങ്കിലും ഞാൻ നിന്നോട് ക്ഷമിക്കാം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുടെ നേരെ എപ്പോഴും എൻ്റെ കൈകൾ ഞാൻ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്ന് സ്നേഹത്തോടെ വിളിച്ച് 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 തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയതായ കർത്താവ് ഈ അവസാന അധ്യായത്തിലേക്ക് വന്ന സമയത്ത് എന്താണ് പറയുന്നത്? അനീതി ചെയ്യുന്നവൻ ഇനിയും നീ അനീതി ചെയ്യുകയാണോ? ചെയ്യുക, നോക്കട്ടെ. എന്താണ്? അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ എന്നാണ് പറയുന്നത്. ഇനിയും കുടിക്കുകയാണ്. കുടിക്ക്, ഇനിയല്ല നിന്റെ ഇഷ്ടം പോലെ. സ്നേഹമുള്ള ദൈവം എത്ര അവസരങ്ങൾ കൊടുത്താലും, എത്ര സാവകാശം കൊടുത്താലും കർത്താവിലേക്ക് തിരിയാതെ, തൻ്റെ അനീതി അവസാനിപ്പിക്കാതെ പാപത്തിൽ മുഴുകി വീണ്ടും വീണ്ടും പോവുകയാണെങ്കിൽ അവൻ്റെ വരവടുത്തതായ അവസാന ദിനങ്ങളിൽ അവൻ പറയുന്ന വാക്ക് എന്താണ്? നിന്റെ ഇഷ്ടം, ഇനിയും നിന്റെ ഇഷ്ടമാണ്. എന്താണ്? ദൈവം നമുക്ക് ഒരുപാട് അവസരങ്ങൾ നൽകും. നാം ചോദിക്കുന്നത് ദൈവം നമുക്ക് നൽകിത്തരും. ചില സമയങ്ങളിൽ നാം ചോദിക്കുന്നത് ദൈവം നൽകില്ല. എന്തുകൊണ്ടാണത്? നിങ്ങൾ ചോദിച്ചതെല്ലാം ദൈവം തന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് തന്നിട്ടില്ല? അവൻ പിശുക്കനായതുകൊണ്ടാണോ? അവൻ്റെ കയ്യിലില്ലേ? പണം തീർന്നുപോയോ? പിതാവിനോട് ചോദിച്ചാൽ പറയും പണമില്ല, തീർന്നുപോയെന്ന്. മാതാപിതാക്കൾ അങ്ങനെയാണ്. എന്നാൽ ദൈവം എന്തുകൊണ്ട് നൽകുന്നില്ല? അവൻ്റെ കയ്യിൽ പണമില്ലേ? ധനം തീർന്നുപോയോ? എന്തുകൊണ്ടാണ് തരാത്തത്? അത് നമുക്ക് ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് നൽകാത്തത്. എന്താണ്? നാം കൊച്ചുകുട്ടികൾ പാവ ചോദിച്ചാൽ കൊടുക്കും. ആ കൊച്ചുകുട്ടി പിതാവിന്റെ കയ്യിലിരിക്കുന്നതായ ഷേവിംഗ് സെറ്റ് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. കൈയും കാലും ഇട്ട് അടിച്ചടിച്ച് കരഞ്ഞ് ചോദിക്കുകയാണെന്ന് വിചാരിക്കൂ. സാരമില്ല, എൻ്റെ കുട്ടി കരയുകയില്ലേ എന്ന് പറഞ്ഞ് അതിന് കൊടുക്കുകയാണെങ്കിൽ എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? പറയൂ. അവൻ്റെ ശരീരം മുഴുവൻ അത് മുറിയാനിടയാകും. അതുകൊണ്ട് പിതാവ് എന്താണ് ചെയ്യുന്നത്? കൊടുക്കില്ല. ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതാണ് നാം ചോദിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനം ആവശ്യമുള്ള സമയത്ത് കർത്താവ് നമുക്ക് നൽകും. അതേ കുഞ്ഞ് തന്നെ വളർന്നിട്ട് കോളേജിൽ പോകുന്ന പ്രായമാകുമ്പോൾ അവന് റേസർ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കില്ലേ? അപ്പോൾ തീർച്ചയായും കൊടുക്കും. അപ്പോൾ അവന് ആവശ്യമാണ്. ഇപ്പോൾ എന്തിനാണ് മീശ മുളയ്ക്കാത്ത കുഞ്ഞിന് റേസർ? എന്താണ്? ദൈവം അതുപോലെ ചില കാര്യങ്ങൾ നാം ചോദിക്കുന്ന സമയത്ത് നമുക്ക് നൽകില്ല. കാരണം നമുക്കത് അപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ട്. ചിലപ്പോൾ നാം വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, നമുക്കവൻ മറുപടി നൽകുന്നില്ല എന്ന്. എന്നാൽ നീ ദൈവത്തെ മുഷിപ്പിക്കുകയാണെങ്കിൽ എനിക്കത് തരൂ 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 എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഐസ്ക്രീം വണ്ടിക്കാരൻ റോഡിൽ കൂടി പോകുന്ന സമയത്ത് കുട്ടികൾ അത് കാണുകയാണെങ്കിൽ അവൻ്റെ മണിയടി കേട്ട് അവിടെ തന്നെ നിൽക്കുന്നത് കാണാം. എങ്ങനെയാണ്? ആ ബെല്ലടി ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മമ്മിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ഐസ്ക്രീം മമ്മി, ഐസ്ക്രീം മമ്മി, ഐസ്ക്രീം മമ്മി എന്ന് പറഞ്ഞ് പോകുവാനിടയാകും. അടാ അത് വേണ്ടടാ, നിനക്ക് ജലദോഷം പിടിക്കും, പനി ഉണ്ടാകും, നിനക്കത് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണം 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 എന്ന് മാതാപിതാക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴും ഐസ്ക്രീംകാരൻ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കും. അയാൾ അവിടെ നിന്ന് പോവുകയില്ല. പിന്നെന്താണ്? അവസാനം ശല്യം സഹിക്കാതെ അമ്മ എന്തു പറയും? പോയി വാങ്ങിച്ച് തിന്ന് എന്ന് പറയും. ശരി പോ എന്ന് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ദൈവവും നാം വെറുതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ദൈവം നൽകും. എന്നാൽ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? ദോഷമുണ്ടാകാനിടയാകും. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർ പിറുപിറുത്തുകൊണ്ട് ഞങ്ങൾക്ക് മത്സ്യം വേണം, ഞങ്ങൾക്ക് മാംസം വേണം, ഞങ്ങൾക്ക് ഉള്ളി വേണം, പച്ചക്കറി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മലമുകളിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു? ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ നിലവിളിക്കുമാരെങ്കിലും
അവർ പർവ്വതത്തിന്റെ അടുക്കൽ നിന്ന് കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞെന്നാണ്, ഞങ്ങൾക്ക് മീൻ ആരാണ് വാങ്ങിത്തരുന്നത്? ദാ നോക്ക്, ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചതായ സർവശക്തനായ ദൈവമാണ് ഞാൻ. ആകാശത്തുനിന്ന് ദൈവദൂതന്മാരുടെ ആഹാരമായ മന്ന പൊഴിപ്പിച്ച് നിങ്ങൾക്ക് നൽകിയവനാണ് ഞാൻ. പാറയെ പിളർന്ന് വെള്ളം നൽകിയവനാണ് ഞാൻ. ഞാൻ നിങ്ങൾക്ക് ആഹാരം നൽകുന്നവനാണ്. ആരാണ് നിങ്ങൾക്ക് ആഹാരം നൽകുന്നത്? ഞാൻ തന്നെയല്ലേ നൽകുന്നത്? എന്തിനാണ് വെറുതെ കരയുന്നത്? ചില ആളുകൾ ഇങ്ങനെ വെറുതെ ദൈവത്തെ മുഷിപ്പിക്കാറുണ്ട്. ദൈവത്തിന്റെ ഹിതപ്രകാരം ചോദിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് നൽകാനിടയാകും. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായതാണ് നാം ചോദിക്കുന്നതെങ്കിൽ ദൈവം നമുക്ക് നൽകില്ല. കാരണം അത് നമുക്ക് ദോഷമുണ്ടാക്കും. എന്നാൽ നാം ദൈവത്തെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നാം അത് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നാൽ നൽകാനിടയാകും. ഞാൻ മദ്യപിക്കും, ഞാൻ മദ്യപിക്കും, 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 മദ്യപിക്കുമോ? മദ്യപിക്കൂ. നീ പോയി കുടിക്കൂ. അശുദ്ധനായവൻ അശുദ്ധനാകട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക, നിന്റെ ഇഷ്ടം പോലെ തന്നെ നീ മുൻപോട്ട് പോകൂ. അതുപോലെ ഇസ്രായേൽ മക്കൾ ഞങ്ങൾക്കാര് മാംസം നൽകുമെന്ന് കരയാനിടയായി എന്ന് കരഞ്ഞ സമയത്ത് ദൈവം എന്താണ്? കാടപ്പക്ഷിയെ അയച്ചു. ആ കാടപ്പക്ഷിയെ പിടിച്ച് അതിന്റെ മാംസം എടുത്തിട്ട് കഴിച്ച്, പിന്നെന്താണ് സംഭവിച്ചത്? അത് കഴിച്ച് മൂക്കിൽ നിന്നും നാസാദ്വാരത്തിൽ നിന്നും ആന്ന് വെക്കുമ്പോൾ മാംസമാണ് വരുന്നത്. വാന്ന് വെക്കുമ്പോൾ മാംസത്തിന്റെ മണമാണ്. അപ്പോൾ ഇവർക്ക് എന്താണ് സംഭവിച്ചത്? അവർക്കത് എതിരായി മാറി. തങ്ങളുടെ ആലോചനകൾ എതിരായി മാറുന്നതുവരെ ദൈവം അവരെ അവർ ഇഷ്ടത്തിന് വിടാനിടയാകും. നമ്മളിൽ ചില ആളുകളും ദൈവത്തെ മുഷിപ്പിച്ച് അവസാനം അന്ത്യകാലം വരുമ്പോൾ ദൈവം അവരെ കൈവിടാനിടയാകും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നാം പോവുകയാണെങ്കിൽ ദൈവം കൈവിട്ട ആളുകളെക്കുറിച്ച് വചനത്തിൽ 2 കാര്യം പറയുന്നു. ഭ്രഷ്ടൻ എന്ന് പറയുകയാണെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം കൈവിടപ്പെട്ടവൻ എന്നാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക. അഭക്തനായി തീരാതിരിക്കുവാൻ ജാഗ്രതയോടെ നിങ്ങൾ കരുതുക. എന്താണ് സംഭവിച്ചത്? ഭ്രഷ്ടനായി മാറാനിടയായി. 17-ാമത്തെ വാക്യത്തിൽ, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ തള്ളപ്പെട്ടു പോയി. കണ്ടില്ലേ? അതിനുശേഷം അവൻ കരഞ്ഞെന്നാണ്, പിതാവേ, ഒരനുഗ്രഹം പോലുമില്ലേ, ഒരനുഗ്രഹം പോലുമില്ലേ, എനിക്ക് ഒരനുഗ്രഹം പോലുമില്ലേ. മകനെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, എനിക്ക് വേണ്ടി എന്തെങ്കിലും വേട്ടയാടിക്കൊണ്ട് വരിക എന്ന് പിതാവ് പറഞ്ഞ സമയത്ത് ഏശാവ് വെളിയിൽ പോയിട്ട് വേട്ടയാടുവാൻ വേട്ടക്കാരനാണോ? അവൻ കഴിവില്ലാത്തവനാണോ? നല്ല കഴിവുള്ളവനാണ്. അവന് പെട്ടെന്ന് അതിനെ കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അവൻ എന്താ വിചാരിച്ചേ? എന്നെ അല്ലാതെ പിന്നെ ആരെയാണ് അനുഗ്രഹിക്കുന്നത്? ഞാൻ തന്നെയാണല്ലോ മൂത്തപുത്രൻ എന്നൊരു അഹംഭാവം അവനുണ്ടായിരുന്നു. പോട്ടെ, പിതാവിന്റെ അടുക്കൽ വന്നിട്ട്, പിതാവേ, യാക്കോബ് ഒരു ദിവസം കറി ഉണ്ടാക്കിയപ്പോൾ അതെനിക്ക് നൽകാൻ വേണ്ടി ചോദിച്ചപ്പോൾ ജ്യേഷ്ഠാവകാശം കൊടുക്കുകയാണെങ്കിൽ നൽകാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു. എന്നാൽ എന്റെ അവകാശം ആർക്കും കൊടുക്കരുത്, എനിക്ക് തന്നെ അത് നൽകണം എന്ന് പറഞ്ഞിട്ടാണോ പോയത്? അതും ചെയ്തില്ല. നോക്കൂ, ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ലഭിക്കുമെന്നാണ് നാം വിചാരിക്കുന്നത്. ഇന്നത്തെ മീറ്റിങ്ങിന് വരാൻ വേണ്ടി സഹോദരനോട് പറഞ്ഞപ്പോൾ പറയുകയാണ്, ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന്. എന്നാൽ ഈ ആഴ്ച നടന്ന ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു പോകുവാനും ഇടയായി. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ലഭിക്കുമെന്ന് വിചാരിക്കരുത്. ഉള്ള അവസരത്തെ ഉപയോഗിക്കുക. ഇതാണ് അനുകൂലമായ സമയം, ഇതാണ് രക്ഷാദിവസം. എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തിയ ശേഷം കരയുകയാണ്. പിതാവ് പറയുകയാണ്, ഇനിയും എൻ്റെ കയ്യിലുള്ള അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നിന്റെ ഭൂമി ശൂന്യമായി പോകട്ടെ, നിന്റെ അനുജന്റെ ദാസനായി നീ ജീവിക്കുമാറാകട്ടെ, നിനക്ക് ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് അനുഗ്രഹങ്ങളുള്ളത്? എല്ലാം ശാപങ്ങൾ മാത്രമാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഏശാവ് ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ആശിച്ചതായ സമയത്ത് ഒരുപാട് അവസരങ്ങൾ അവന് കൊടുത്തിട്ടും ഉപേക്ഷ വിചാരിച്ചത് കൊണ്ട് അവൻ ഭ്രഷ്ടനായി മാറി. അവനെക്കുറിച്ച് പറയുന്നത് തള്ളപ്പെട്ടവനെന്നാണ്, ഉപേക്ഷിക്കപ്പെട്ടവനാണെന്ന്. അത് വളരെ ദുഃഖകരമാണ്, വളരെ ഭയമാണ്. കൂടെ കൂടെ ശാസന കേട്ടിട്ടും അനുസരിക്കാത്തവൻ 6 മാസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് മരിച്ചു പോകുമെന്നാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്തുകൊണ്ടാണ്? രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ എല്ലാവരും മുകളിലോട്ടാണ് നോക്കുന്നത്. കട്ടിൽ കിടക്കുന്ന സമയത്ത് നേരെ കിടന്നിട്ട് മുകളിലോട്ടാണ് നോക്കാൻ ഇടയാകുന്നത്. അപ്പോൾ വരെയും നാം താഴോട്ടേ നോക്കത്തുള്ളൂ. നമ്മുടെ പണം, നമ്മുടെ കാറ്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ജോലി, അതെല്ലാം നോക്കും. നിങ്ങളെപ്പോഴും മുകളിലോട്ടാണ് നോക്കുന്നത് അതോ ഭൂമിയിലോട്ടാണ് നോക്കുന്നത്? എൻ്റെ സമ്പത്ത്, എൻ്റെ സൗന്ദര്യം, എൻ്റെ വസ്ത്രങ്ങൾ, എൻ്റെ ആദായങ്ങൾ, എൻ്റെ വസ്തുവാഹനങ്ങളെല്ലാം, അതുപോലെ തന്നെ ലോകത്തിൽ മുഴുവൻ തിളക്കവും വെട്ടിത്തിളക്കവുമാണ്. ഇന്ന് ഇവിടെ തിരിഞ്ഞു നോക്കിയാലും എന്താണ്? വസ്ത്രങ്ങൾ പോലും, നിങ്ങളിട്ട വസ്ത്രങ്ങൾ നോക്കിയാലും എല്ലാം ജിഗ് 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 തിളങ്ങും.
അതുപോലെ ഈ ലോകത്തിലുള്ള സുഖവും സമ്പത്തുമാണോ നിങ്ങൾ നോക്കുന്നത്? അതോ നിങ്ങളുടെ ഒരു ദൈവമുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകണം, ഞാൻ ഭൂമിയിലല്ല പിന്നെ ആയിരിക്കുന്നത്, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ദേശത്ത് ഒരു ജന്തുവുണ്ട്, അതെപ്പോഴും താഴേക്ക് നോക്കുകയുള്ളൂ. എങ്ങനെയറിയാം നിങ്ങൾക്ക്? അത് പന്നിയാകുന്നു. അതിനെ മുകളിലേക്ക് നോക്കുവാൻ കഴിയത്തില്ല, എപ്പോഴും താഴേക്ക് തന്നെയാണ് അത് നോക്കുന്നത്. ഗുരു 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 എന്ന് പറഞ്ഞ് ഗുരു 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 എന്ന് പറഞ്ഞ് തപ്പും. എന്തിനു വേണ്ടിയാണ് തപ്പുന്നത്? സ്വർണത്തിന് വേണ്ടിയാണോ? ഐസ്ക്രീമിന് വേണ്ടിയാണോ? അതിനെന്താണ് വേണ്ടത്? ആ ചവറിന് വേണ്ടി, മാലിന്യത്തിന് വേണ്ടി, ആ ചവറിന് വേണ്ടിയാണത് അന്വേഷിക്കുന്നത്. നീ ഒരു പട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ബിസ്ക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് പട്ടി തലയുയർത്തി വാങ്ങാനിടയാകും. എന്നാൽ ഒരു നല്ല ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊണ്ടുപോയിട്ട് പന്നിയുടെ അടുക്കൽ ചെന്നിട്ട് അതിനെ വിളിക്കുകയാണെങ്കിൽ അത് തലയുയർത്തുകയില്ല, അത് ഗുരു 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 എന്ന് പറഞ്ഞ് താഴേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെ കൊണ്ടു കൊടുത്താലും, എത്ര നല്ല ആഹാരം കൊണ്ടു കൊടുത്താലും നിങ്ങൾ നോക്കുക, അത് മുകളിലേക്ക് നോക്കുകയില്ല. ബിരിയാണി കൊണ്ടു കൊടുത്താലും അത് മുകളിലേക്ക് നോക്കത്തേയില്ല. ആ മാലിന്യത്തിൻ്റെ മണം പിടിച്ചുകൊണ്ട് അത് അതിനുവേണ്ടിയാണ് കറങ്ങുന്നത്, താഴേക്കേ നോക്കുകയുള്ളൂ. പന്നിയിറച്ചി കഴിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. അവർ അതിനെ കൊല്ലുവാൻ ഇടയാകും. അതിനെ കൊല്ലുവാൻ വേണ്ടി പിടിക്കുന്ന സമയത്ത് അത് ഒരുപാട് അതിനെ വെട്ടിച്ച് ഓടുവാൻ ഇടയാകും. എങ്ങനെയാണത് ഓടുന്നത്? അത് സ്പീഡിൽ ഓടി 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 അവസാനം ഓടുവാൻ കഴിയാത്തവണ്ണം അത് നിൽക്കുന്ന സമയത്ത് അതിനെ പിടിച്ചു കൊണ്ടുപോകുവാൻ ഇടയാകും. അതിന് നല്ല ഭാരമുണ്ടായിരിക്കും. 4 കാലും കൂടെ കൂട്ടിക്കെട്ടി നടുക്കൊരു വടി വെച്ചിട്ട് 4 കാലും കൂട്ടിക്കെട്ടിയിട്ട് നടുക്കൂടെ ആ കമ്പ് വെച്ചിട്ട് അതിനെ 2 പേർ തൂക്കി പിടിച്ചുകൊണ്ട് പോകുവാനിടയും ഗ്രാമപ്രദേശങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴത് എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് അറിയാമോ? തലകീഴെ കെട്ടിയിട്ടേക്കുമല്ലേ, കാല് മുകളിലാക്കി കെട്ടിയിരിക്കുമല്ലേ, അപ്പോൾ എങ്ങോട്ടാണ് നോക്കുന്നത്? അപ്പോഴാണ് മുകളിലേക്ക് നോക്കുന്നത്. ഇനി എന്തിനാണ് നോക്കുന്നത്? അവൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കഥ കഴിഞ്ഞെന്നാണ് അർത്ഥം. ഇനി മുകളിലേക്ക് നോക്കിയിട്ട് ഒരു പ്രയോജനമില്ല. മരിക്കാൻ പോകുന്ന സമയത്ത് മുകളിലോട്ട് നോക്കിയിട്ട് കാര്യമില്ല. എന്താണ്? ഇന്നുള്ള അനേകം ആളുകൾ ഉയരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഭൂമിയെ സംബന്ധിച്ച കാര്യമാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ളതല്ലാതെ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. അതിൽ നോക്കരുതെന്നല്ല, അതിൽ മനസ്സ് വയ്ക്കരുത്, അതിനെ ആശിക്കുവാൻ പാടില്ല. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് അതിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് കർത്താവ് പറയുന്നു. ഇന്നുള്ള അനേകം ആളുകൾ ഉയരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ലാസർ വളരെ ദരിദ്രനായിരുന്നു, കഴിക്കുവാൻ ആഹാരമില്ലായിരുന്നു. രോഗം വന്ന സമയത്ത് അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ആരുമില്ല. നായി വന്ന് നക്കാനിടയായി. അത്ര ദാരിദ്ര്യത്തിൽ ആയിരുന്നു. ധനവാന്റെ വീട്ടുപടിക്കൽ കിടക്കുകയാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ പാവങ്ങളെല്ലാം സ്വർഗത്തിലേക്കും ധനവാന്മാരെല്ലാം നരകത്തിലേക്ക് പോകുമെന്നാണ് ചിലർ വിചാരിക്കുന്നത്. എന്തിനാണ് ഇത്രയും കടഭാരം വന്നത്? ഞാൻ ലാസറിനെ പോലെ പാവപ്പെട്ടവനായിരുന്നിട്ട് സ്വർഗത്തിൽ പോകാനാണ് വിചാരിക്കുന്നത്. നല്ലവണ്ണം പഠിക്കാതെ, ജോലി ചെയ്യാതെ, സമ്പാദിക്കാതെ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിച്ച് അവസാനം ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് വിചാരിക്കുകയാണെങ്കിൽ ചിലർ മദ്യപിച്ചിട്ട് വഴിയരിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോൾ സ്വർഗത്തിൽ പോകുമോ? അങ്ങനെയല്ല സ്വർഗത്തിൽ പോകുന്നത്. ഈ കാലത്തെ ഭിക്ഷക്കാരെ നോക്കുകയാണെങ്കിൽ ഇന്നവർക്കത് പ്രൊഫഷനാണ്, അവർക്കത് നല്ലൊരു ജോലിയാണ്. ഇന്ന് അവർക്കതൊരു ജോലിയാണ്. രാജമണ്ഡലിൽ ഒരു കുഷ്ഠരോഗി മരിച്ചപ്പോൾ അയാളെ അടക്കാൻ കൊണ്ടുപോയ സമയത്ത് അയാളുടെ സാധനങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ ബാങ്കിലെ ബുക്ക് കിട്ടാനിടയായി. ആ ബുക്ക് നോക്കിയപ്പോൾ അതിൽ 1.5 ലക്ഷം രൂപ ബാങ്കിലുണ്ട്. 1.5 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടുകൊണ്ട് എല്ലാ ദിവസവും 5 പൈസയ്ക്കും 10 പൈസയ്ക്കും വേണ്ടി ഇങ്ങനെ ഭിക്ഷ യാചിക്കുകയാണ്. മരിച്ചുപോയി കഴിഞ്ഞ് 1.5 ലക്ഷം രൂപ ആർക്കുപകരിക്കും? എന്തു പറ്റും? ഇന്ന് ലാസറിന് വേണമെങ്കിലും അങ്ങനെ ഭിക്ഷ യാചിക്കുവാനും വഞ്ചിക്കുവാനും കഴിയും. എന്നാൽ മനസ്സാക്ഷി ബോധിപ്പിക്കുകയുണ്ടായി, ഈ ശരീരം അല്ല പ്രധാനമായതെന്ന്. ഈ ധനവാന്റെ ആത്മാവിനെ നേടുവാൻ ഇടയാകണം. മറ്റു സ്ഥലങ്ങളിൽ പോയി കിടക്കാൻ പാടില്ലേ? അല്ല, അവിടെ തന്നെ കിടക്കുകയാണ്. ധനത്താൻ അകത്തേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴെല്ലാം അദ്ദേഹത്തെ വിളിക്കുവാനിടയായി. എന്നാൽ ആ ധനവാൻ അവനെ പരിഗണിച്ചില്ല, അവനെ വകവെച്ചില്ല. എനിക്ക് സമയമില്ല, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, എനിക്ക് ഫംഗ്ഷന് പോകണം എന്നൊക്കെ പറഞ്ഞ് കാറൊക്കെ എടുത്തുകൊണ്ട് കറങ്ങുവാനിടയായി. ഏതോ ഒരു ഡ്രിങ്കിങ് പാർട്ടിയിൽ അല്ലെങ്കിൽ എവിടെയോ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാകാനിടയായി. എന്താണ്? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ തന്നെ മരിച്ചു. വളരെ ആഡംബരമായിട്ട് ബാൻഡ്മേളമൊക്കെ ആയിട്ട് അവനെ കൊണ്ട് അടക്കി. ദേശം മുഴുവൻ ആളുകളെല്ലാം വലിയ ആഡംബരം ചെയ്തുകൊണ്ട് അവനെ അടക്കാനിടയായി. ഇവിടെ ഒരിക്കലും കാണാത്തവൻ അവിടെ നരകത്തിൽ വീഴുവാനിടയായി. അവൻ നരകത്തിൽ കണ്ണു തുറന്നു എന്നാണുള്ളത്. മരിക്കുന്ന സമയത്ത് ഭൂമിയിൽ വെച്ച് കണ്ണടയ്ക്കും. നിങ്ങൾക്കറിയാം, അത് എന്ന് കണ്ണടയ്ക്കും. ഒരുപക്ഷെ കണ്ണടച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കണ്ണടയ്ക്കുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ്? മരിച്ചതിന് ശേഷം നരകത്തിൽ ചെന്നിട്ടാണ് അവൻ കണ്ണു തുറക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ നീ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ പൈതലായി കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണെങ്കിൽ
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് കണ്ണു തുറക്കും. എന്നാൽ ഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഉപേക്ഷയായി വിചാരിച്ച് ദൈവത്തെ ആരാധിക്കാതെ ആലയത്തിൽ പോകാതെ പാപത്തിൽ ജീവിച്ച് ദൈവത്തിനെതിരായി ജീവിച്ചു പോയാൽ മരണത്തിന് ശേഷം നരകത്തിലായിരിക്കും കണ്ണു തുറക്കുന്നത്. നരകത്തിൽ ചെന്ന് കണ്ണു തുറന്നപ്പോൾ തന്നെ വളരെ ഉഷ്ണമുണ്ടായി. AC ഇടറ എന്ന് പറഞ്ഞു കാണും. അവിടെ ആരാണ് AC ഇടാൻ വേണ്ടിയുള്ളത്? ഇവിടെയാകുമ്പോൾ പണിക്കാരുണ്ടായിരുന്നു. അവിടെ AC-യും ഇല്ല, OC-യും ഇല്ല. അവിടെ കിടന്നിങ്ങനെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ലാസറിനെ കാണാനിടയായി. അത് അബ്രഹാമിനെ കണ്ടു. ആ വെളുത്ത താടിക്കാരാ എന്നാണോ വിളിച്ചത്? എന്താണ് വിളിച്ചത്? എന്താണ്? പിതാവായ അബ്രഹാമേ. അതായത് അബ്രഹാമിനെ അറിയാം. അപ്പോൾ പിന്നെ ദൈവത്തെക്കുറിച്ച് അറിയാമോ? സ്വർഗത്തെക്കുറിച്ച് അറിയാമോ? അറിയാവുന്നത് കൊണ്ടാണ് അബ്രഹാം പിതാവേ എന്ന് വിളിച്ചത്. ഞാനായിരിക്കും നരകത്തിലാണ്, അവർ ഉള്ളത് സ്വർഗത്തിലാണ്, ലാസർ സ്വർഗത്തിലാണ് എന്ന് മനസ്സിലാക്കാനിടയായി. അതുകൊണ്ട് ആ ലാസറിനെ ഇങ്ങോട്ട് അയച്ച് അണിവിരൽ കൊണ്ട് ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിലേക്ക് ഇറ്റിക്കുവാൻ പറഞ്ഞു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും പോകാതിരിക്കുവാൻ ഇതിൻ്റെ മധ്യത്തിൽ വലിയ ഒരു ഗർത്തമുണ്ട്. നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു. എന്നാൽ ലാസർ ഒരുപാട് കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഫലമായി അവൻ ഇവിടെ സുഖം അനുഭവിക്കുന്നു, നീ അവിടെ യാതന അനുഭവിക്കുന്നു. നരകത്തിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര നിലവിളിച്ചാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല, നമ്മുടെ ദേശത്ത് ചില സഭകൾ മരിച്ചുപോയ ശേഷമാണ് ദൈവദാസൻ വരാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ മദ്യപിച്ചിട്ട് മരിക്കുവാൻ ഇടയായി. എന്തോ വഴക്കുണ്ടാക്കി മദ്യപിച്ചിട്ട് മരിച്ചുപോകാൻ ഇടയായി. ശേഷം ബന്ധുക്കൾ ഞങ്ങളെ വിളിച്ചു. എനിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് ഒരു ദൈവദാസനെയും അസിസ്റ്റന്റിനെയും വിട്ടു. അപ്പോൾ ആ വീട്ടുകാർ പിണങ്ങിയെന്നാണ് പറയുന്നത്. എന്താണ്? ഞങ്ങൾ വീട്ടിൽ മരണം നടന്നപ്പോൾ ദൈവദാസൻ വരില്ലേ? അതെന്താണ്? മരിച്ചവർക്ക് വേണ്ടി ഞാൻ വചനം പ്രസംഗിക്കണമോ? എനിക്ക് വിജയവാഡിൽ ഒരു മീറ്റിങ്ങിന് പോകേണ്ടതുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി വചനം പറയേണ്ടതുണ്ട്. മരിച്ച വ്യക്തിയുടെ മുൻപിൽ ചെന്ന് വചനം പറഞ്ഞാൽ അവന് കേൾക്കുകയില്ല. എന്താണ്? മരിച്ചവനെ മുൻപിൽ ചെന്ന് നാം പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ നിന്റെ ദാസൻ മദ്യപിച്ചു മരിക്കാനിടയായി. ഇവന്റെ ആത്മാവിന് ശാന്തി കൊടുക്കണമേ കർത്താവേ എന്ന് 10 ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അവന് ശാന്തി ലഭിക്കുമെന്നാണോ? നീ മരിച്ചതിന് ശേഷം എത്ര പേർ പ്രാർത്ഥിച്ചാലും, ആരൊക്കെ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും, മരിച്ചുപോയ വ്യക്തിയുടെ പേരിൽ നീ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്താലും ആ മരിച്ചവൻ സ്വർഗത്തിലാണെങ്കിൽ അവിടെയായിരിക്കും, നരകത്തിലാണെങ്കിൽ അവിടെ തന്നെയായിരിക്കും. അല്ലാതെ മരിച്ച ശേഷം എത്രമാത്രം പ്രാർത്ഥിച്ചാലും സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കും നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കും പോകുവാൻ കഴിയില്ല. 10,000 രൂപ കൊടുത്താൽ നരകത്തിൽ കിടക്കുന്ന പിതാവിനെ സ്വർഗത്തിലേക്ക് വിടാൻ കഴിയുമോ? ഒരു TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ മരിച്ചുപോയ പിതാവ് നരകത്തിലാകുന്നു, അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് വിടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോ ഞാൻ കോടീശ്വരനായി പോകുവാൻ ഇടയാകും. ഇപ്പോൾ പഴയ കാലത്തൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരുന്നു. എന്താണ്? പണം കൊണ്ടുവന്ന് വഞ്ചിയിലിടുകയാണെങ്കിൽ നരകത്തിൽ കിടക്കുന്ന പിതാവ് പണം വീഴുന്ന ആ സമയത്ത് തന്നെ ഢുമെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയാകും. അങ്ങനെ അനേകം ആളുകൾ പണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയതിനു ശേഷം ആർക്കു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കരയുക എന്ന് കർത്താവ് പറഞ്ഞു. ഒരുവൻ തൻ്റെ അവസാന നിമിഷങ്ങളിൽ യേശുവേ എന്നവൻ വിളിച്ചാൽ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ, ആ ക്രൂശിൽ കിടന്ന കള്ളനെ പോലെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ, നീ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ പറഞ്ഞപ്പോൾ കർത്താവ് അവന്റെ പാപങ്ങൾ ക്ഷമിച്ചു. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് മുഖാന്തരം പാപത്തിന്റെ ക്ഷമ ലഭിക്കും. എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് നാം മരിച്ചു പോകുന്ന ആളുകൾക്ക് വേണ്ടി മദർ തെരേസയുടെ ശുശ്രൂഷ എന്താണെന്ന് വെച്ചാൽ, കൽക്കട്ടയുടെ വീതികളിലൊക്കെ ചെന്നിട്ട് ഭിക്ഷയാചിക്കുന്നവർ, രോഗക്കിടക്കയിലായിരിക്കുന്നവർ, ഡോക്ടർമാർ രോഗം മൂർച്ഛിച്ചിട്ട് അവസാനം നിങ്ങൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർ, അങ്ങനെ അർദ്ധപ്രാണനായ ആളുകളെ കൊണ്ടുപോയിട്ട് അവരെ കുളിപ്പിച്ച് അവർക്ക് നല്ല ആഹാരം കൊടുത്ത് അവരെ മടിയിലിരുത്തിയിട്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കൂ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളുടെ പാപമെല്ലാം ക്ഷമിക്കും, യേശുവിനോട് ക്ഷമിക്കണമെന്ന് പറയുക, അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ അങ്ങനെ അനുസരിക്കും. കർത്താവേ, ഞാനൊരു പാപിയാകുന്നു, ഞാനൊരു ഘോര പാപിയാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് മനസ്സലിയണമേ എന്ന് പറയുന്ന സമയത്ത് തന്നെ ചില ആളുകൾ മരിക്കുവാനിടയായി. എന്നാൽ എന്ത് സംഭവിച്ചു? അവരുടെ ആത്മാവ് എങ്ങോട്ട് പോയി? സ്വർഗത്തിലേക്ക് പോകാനിടയായി. അതുകൊണ്ട് എന്താണ്? ദൈവം നൽകുന്ന അവസരങ്ങളെ നാം ഉപയോഗിക്കേണ്ടതാണ്. ചില ആളുകൾക്ക് എത്രമാത്രം അവസരങ്ങൾ ലഭിച്ചാലും ശരി, കർത്താവിനെ അംഗീകരിക്കില്ല. ഈ തള്ളപ്പെട്ടു പോയ ഏശാവിന്റെ സ്ഥിതിയും അങ്ങനെയായിരുന്നു. കണ്ണുനീരോടുകൂടി പിന്നീട് കരഞ്ഞുവെങ്കിലും ആദ്യം അവൻ കരയുവാനിടയായില്ല. അതുപോലെ ഈ അന്ത്യകാലത്ത് കർത്താവ് ഒരുപാട് പേരെ തള്ളിക്കളയും.
അനേക വിശ്വാസികളും അതുപോലെ ദൈവദാസന്മാർ പോലും തള്ളപ്പെട്ടു പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ പറയുന്നതായ പ്രസംഗങ്ങൾക്ക് വചനത്തിന് ബന്ധം ഇല്ല. അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കും വചന പ്രഘോഷണത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ലാതായിരിക്കുകയാണ്. ആ ശുശ്രൂഷയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പേര് നേടുന്നതിന് വേണ്ടി, പ്രശസ്തി നേടിയെടുക്കുന്നതിനായിട്ട്, നാട്ടുകാരെ അറിയിക്കുവാൻ, മറ്റുള്ളവർ മുമ്പിൽ വലിയവനാണെന്ന് കാണിക്കുവാൻ, അല്ലാതെ യേശുവിനെ മഹത്വപ്പെടുത്തുന്നതായ ശുശ്രൂഷകൾ കാണുന്നില്ല. യേശുക്രിസ്തുവിന്റെ വചനപ്രകാരം അവന്റെ ഉപദേശത്തിൽ ഉള്ളതുപോലെ പ്രസംഗിക്കുന്നു പറയുന്നത് ചുരുക്കമായിരിക്കുന്നു. അതുകൊണ്ട് നാം ജാഗ്രതരായിരിക്കണം. നിനക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരും തന്നെ മരിച്ചു പോയിട്ടില്ല. നിനക്ക് വേണ്ടി ഒരു ദൈവദാസനും ഈ ലോകത്തിൽ രക്തമൊഴുക്കിയിട്ടില്ല. നിന്നെ ആർക്കും രക്ഷിക്കുവാൻ കഴിയില്ല. യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ദൈവത്തിന്റെ ദാസന്മാരെ ബഹുമാനിക്കുക. അവർ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, അവരെ ബഹുമാനിക്കുക. എന്നാൽ ദൈവത്തിന്റെ ദാസന്മാരെ ആരാധിക്കരുത്. ബഹുമാനിക്കുന്നത് വേറെയാണ്, ആരാധിക്കുന്നതും വേറെയാണ്. ആരാധിക്കരുത്. ഒരു മനുഷ്യനും ആരാധനയ്ക്ക് യോഗ്യൻ അല്ല. പൗലോസും ശീലാസും അത്ഭുതം ചെയ്തതായ സമയത്ത് അനേക ജനക്കൂട്ടം കൂടി വന്നിട്ട് അവരെ ആരാധിക്കാൻ നോക്കുകയാണ്. അപ്പോൾ എന്താണ് പറയുക? അയ്യോ, ഞങ്ങളും നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യർ മാത്രമാണ്. ഞങ്ങൾ മനുഷ്യരാണ്. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിനാണ് ഇതെല്ലാം സാധ്യം. ഞങ്ങളെ കൊണ്ടിത് കഴിയില്ല. നിങ്ങൾക്കായി ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇത് സംഭവിച്ചത്, അല്ലാതെ ഞങ്ങളുടെ നാമത്തിൽ അല്ല. ഈ അന്ത്യകാലത്ത് പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് നോക്കി നടക്കുകയാണ്. ദുഷ്ടനായ പിശാച് കറങ്ങി നടക്കുകയാണ്. വിഴുങ്ങുമെന്നാണ് പറഞ്ഞത്, കടിക്കുകയില്ല. പിടിക്കുകയാണെങ്കിൽ പിടിയിൽ നിന്ന് വെട്ടിച്ചിട്ട് ഓടിപ്പോകാനിടയാകും. എന്നാൽ വിഴുങ്ങുകയാണെങ്കിൽ നേരെ അകത്തോട്ട് പോകാനിടയാകും. അനേകം ആളുകൾ ഇന്ന് പിശാച് അവരെ പാപ പ്രവൃത്തിയിൽ അകപ്പെട്ട് വിഴുങ്ങിയിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാതെ ആയിരിക്കുന്നു. അനേകം ആളുകൾ നല്ല രീതിയിൽ വിശ്വാസത്തിൽ വളരുവാനിടയാകും. എന്നാൽ മുൻപോട്ട് പോകുന്തോറും അവർ അറിയാതെ തന്നെ തെറ്റായ വഴിയിലേക്ക് തിരിയാനിടയാകും. പിശാചിന്റെ വഴിയും ഏകദേശം ദൈവത്തിന്റെ വഴി പോലെ അവന് തോന്നിക്കും. മനുഷ്യന് ഒരു വഴി ചൊവ്വുള്ളതായി തോന്നുന്നു, എന്നാൽ അതിന്റെ അവസാനമോ മരണ വഴികൾ തന്നെ എന്ന് വചനം പറയുന്നു. പ്രാർത്ഥന. അങ്ങനെ കൂടി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളും നീതിമാന്മാരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ എത്രമാത്രം കഷ്ടത ഞാൻ അനുഭവിക്കണം, എത്രമാത്രം നിരാശയിൽ ഞാൻ ജീവിക്കണം, എത്രമാത്രം ഞങ്ങൾ നഷ്ടങ്ങൾ വഹിക്കണം, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് എത്രമാത്രം ഞങ്ങൾ സഹിച്ചുകൊണ്ട് വായടച്ചുകൊണ്ട് നിൽക്കണം, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇനി ഞാൻ മുൻപോട്ട് പോകുമെന്ന സംശയത്തിലായിരിക്കുന്നവർക്ക് ദൈവം മറുപടി നൽകുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ ദുഃഖം ഞാൻ അറിയുന്നുണ്ട്, നിന്റെ കഷ്ടത ഞാൻ അറിയുന്നുണ്ട്, നിന്റെ സങ്കടം ഞാൻ അറിയുന്നുണ്ട്. ഞാൻ കാരണമാണ് നീ കഷ്ടത അനുഭവിക്കുന്നത് ഞാൻ അറിയുന്നു. നിനക്ക് ഞാൻ ഒരു പ്രതിഫലം നൽകുന്നതിനായി, നിന്നെ അനുഗ്രഹിക്കുന്നതിനായിട്ട്, എന്നോടൊപ്പം എൻ്റെ വലതുഭാഗത്ത് നിന്നെ കൊണ്ട് ഇരുത്തുന്നതിനായിട്ട് ഞാൻ വേഗം വരാൻ പോവുകയാണ്. കർത്താവിനെ നിങ്ങൾ ആശ്രയിക്കുക, ദുഃഖിക്കരുത്, ഭാരപ്പെടരുത്. ഇനി ആരെങ്കിലും ഇവിടെ എത്രയോ തവണ ശാസിച്ചിട്ടും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാത്തവർ, കർത്താവ് കൊടുക്കുന്ന രക്ഷ സ്വീകരിക്കാത്തവർ, ഇനിയും അന്യായമായി ഇനിയും അനീതിയോടെ ജീവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തള്ളപ്പെട്ടു പോകുന്നതിന് മുൻപേ കർത്താവിന്റെ പാദപീഠത്തിൽ വീണ് ക്ഷമയാചിക്കുക. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞതായ കർത്താവ് കഷ്ടങ്ങളിൽ നിന്ന്, നിന്റെ പോരാട്ടത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാനും നിന്നെ ആശ്വസിപ്പിക്കുവാനും മതിയായവനാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി മാറുവാൻ, നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ, നിനക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ ആശിക്കുന്നതായ നിന്റെ മക്കളെല്ലാം നീ ദർശിക്കണമേ. കരമുയർത്തിയ നിന്റെ മക്കളെ നീ ദർശിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യണമേ. വീണുപോകാതെ കാത്തു സൂക്ഷിക്കുന്നവൻ നീയാണ്. വഴുതി പോകാതെ രക്ഷിക്കുന്നവൻ നീയാകുന്നു. പാപത്തിൽ വീഴാതെ രക്ഷിക്കുന്നവൻ നീയാകുന്നു. വീണുപോകാതെ കാക്കുന്നവൻ നീയാകുന്നു. കർത്താവേ, നീ നൽകിയ ഈ രക്ഷ ഭയത്തോടെ ഭക്തിയോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. കർത്താവേ, ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടേയെങ്കിൽ, അനീതി ഉണ്ടേയെങ്കിൽ, കർത്താവേ, നിന്റെ സാക്ഷികളായിട്ട്, നിന്റെ വിശുദ്ധന്മാരായിട്ട് ജീവിക്കുന്നതിനായിട്ട്, വിശുദ്ധരായിട്ട്, ദൈവത്തിന്റെ മക്കളായിട്ട്, കർത്താവിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന്. അതുപോലെ നിന്നെ അറിയാത്ത അനേകം ആളുകൾ ഞങ്ങളുടെ ചുറ്റുപാടും ഉള്ളപ്പോൾ നിന്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് പറയാൻ, നിന്റെ രക്ഷയെക്കുറിച്ച് വിവരിക്കുവാനുള്ള കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും,
നീ മാത്രം രാജാവെന്നും നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ